ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ റൂപ്സ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നല്ലൊരു ഉഗ്രൻ ഊണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വിഭവസമൃദ്ധമായ ഒരു കുഞ്ഞു ഊണാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് അറിയായിരിക്കും, ചുരങ്ങ എന്നൊക്കെ പറയും. ഇവിടെ ഇത് ലോക്കി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ കറിയാണ് ഞാനിന്ന്, ഇത് വെച്ചുള്ളൊരു മസാല കറിയാണ് ഞാനിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല, വളരെ ചെറിയൊരു പീസ് മാത്രമേ ഞാനിപ്പോൾ കറിക്കായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നാളായി വാങ്ങിച്ച് വെച്ചിട്ടെങ്കിലും കുരുവൊന്നും വന്നിട്ടില്ല. കുരു വന്ന് മൂത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നടുവിലത്തെ പോർഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ കണ്ടോ, നടുവിൽ കുരുവൊന്നും അങ്ങനെ വലുതായി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ പോർഷൻ കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി വറവിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് വെണ്ടയ്ക്കയാണ്. അപ്പോൾ അത് കേടായ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുകയാണ്. അതുപോലെ തന്നെ വറവിലേക്കും കറിക്കും വേണ്ടിയുള്ള സവാള നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് ഒരുമിച്ച് കഴുകി ഒരുമിച്ച് കട്ട് ചെയ്ത് വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ക്ലീനിങ്ങും കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം ലോക്കിയാണ് കട്ട് ചെയ്യുന്നത്. അത് ഇതുപോലെ കട്ടിട്ട് കൊടുത്ത് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കുക്കിംഗ് ഒക്കെ ആസ്വദിച്ച് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറ് ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെയൊക്കെയാണ് തിരക്ക് പിടിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ അതൊന്നും നടക്കില്ല. അപ്പം ഞാൻ ഒരു കറിയുടെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതാകുന്ന സമയം, ആ അടുപ്പ് ഫ്രീ ആകുന്ന സമയമുണ്ടല്ലോ, അപ്പോഴേക്ക് ഞാൻ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാറേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കറിയിലേക്കുള്ള സവാള തന്നെയാണ് അരിയുന്നത്. അതും അതുപോലെ തന്നെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വറവിലേക്കുള്ളത്, ഇത് നീളത്തിൽ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ കറിയിലേക്ക് ഒരു തക്കാളി ആവശ്യമാണ്. പക്ഷേ എൻ്റെ കയ്യിലെ തക്കാളി തീർന്നു പോയി. അതുകൊണ്ട് തന്നെ ഇത് രാവിലെ കറിക്കെടുത്ത തക്കാളിയുടെ ബാക്കിയാണ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഒരു തക്കാളി തന്നെ ഇടണം എന്നാണ് ആ കറിയുടെ ഒരു കൂട്ടുപ്രകാരം. ഇതൊക്കെ വറവിന് വേണ്ടിയൊക്കെ അരിയുമ്പം അത് മാക്സിമം ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം. നമ്മൾ കഴുകി കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് അത് വെള്ളമൊക്കെ പോയതിന് ശേഷം വേണം അരിയാൻ വേണ്ടിയിട്ട്. അതല്ല എങ്കിൽ അതൊന്ന് ടിഷ്യൂ പേപ്പറിലൊന്ന് തുടച്ചെടുത്ത് അരിയണം. കറിക്കും വറവിനും വേണ്ടിയുള്ള പച്ചമുളക് കൂടെ അരിഞ്ഞെടുക്കുകയാണ്. ഇനി കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതും കറിക്ക് വേണ്ടിയാണ്, അത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം അരിഞ്ഞു വെച്ച സ്ഥിതിക്ക് കറിയുടെ പരിപാടി തുടങ്ങാം. അപ്പം ഞാൻ കുക്കറിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തേങ്ങ അരച്ചിട്ടുള്ള കറിയൊന്നുമല്ല, ഒരു മസാല കറിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള മസാല കറിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു കറുത്ത ഏലക്ക, ഇത്രയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ നിങ്ങളുടെ അടുത്തുള്ളതിനനുസരിച്ച് ഇടാം. അപ്പോൾ എരിവിന് ഞാൻ പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും ഒരു കായമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളറൊക്കെ ആകുന്ന രീതിയിൽ സവാള നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, എരിവിന് പാകത്തിനുള്ള മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്ത കാരണമാണ് മല്ലിപ്പൊടിയുടെ അളവ് കുറച്ചത്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവയൊക്കെ ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തക്കാളിയൊക്കെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ തുറന്ന് നോക്കി തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ലോക്കി കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഈ മസാലയൊക്കെ ലോക്കിയിൽ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അതിനുശേഷം ഇതിൽ ഞാനൊരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതൊരു ചാറ് കറിയല്ല, മാത്രമല്ല ഇത് കുക്കാകാനുള്ള വെള്ളം ഈ ലോക്കിൽ നിന്നൊക്കെ വരും. അപ്പോൾ കുറച്ച് മാത്രം ചേർക്കുക. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 3 വിസിലിന് ഇത് നല്ല രീതിയിൽ കുക്കായി കിട്ടും. അപ്പോൾ അത് അവിടെ നിന്ന് ആകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെണ്ടക്ക വറവിനുള്ള പരിപാടി നോക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ കുക്ക് ചെയ്യുമ്പം കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് അരിഞ്ഞ് വെച്ച് 2 ഗ്യാസ് അടുപ്പിലായിട്ടാണ് കുക്ക് ചെയ്യാറ് ഒരേ സമയം തന്നെ. അപ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന കാരണം ഞാൻ അവിടുത്തെ കാര്യം നോക്കി ഇവിടെ വരുമ്പോഴേക്ക് ഇവിടുത്തെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ കരുതി ഒന്നായതിന് ശേഷം ചെയ്യാമെന്ന്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ചൂടായ ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് ആവശ്യത്തിന് കറിവേപ്പില ചേർത്തു. കറിവേപ്പിലയൊക്കെ നമ്മുടെ കറികളിലൊക്കെ ഒരുപാട് ചേർക്കുന്നത് അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, എങ്കിലും ആ സവാളയൊക്കെ അതെല്ലാ ലെയറും വിട്ട് കിട്ടുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുകയാണ്. ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക കൂടെ ചേർക്കുകയാണ്. ഇങ്ങനെ വഴറ്റുമ്പോൾ നമ്മുടെ വെണ്ടക്കയുടെ ആ ഒരു കൊഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ വെണ്ടക്ക കട്ട് ചെയ്തെടുക്കണം. ഞാൻ കട്ടിംഗ് ബോർഡൊക്കെ കഴുകി തുടച്ചതിന് ശേഷമാണ് വെണ്ടക്ക കട്ട് ചെയ്തത്. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടി പിടിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ആവശ്യമാണെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ കുക്കായതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്കുള്ള തേങ്ങ ചേർക്കുക. തേങ്ങ കുറച്ച് അധികം ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വെണ്ടക്ക തോരനിവിടെ റെഡിയായി. നമുക്ക് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഒരു ഊണാണെങ്കിലും ഒരു വെജിറ്റേറിയൻ ഊണല്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈ ആണ് വേണ്ടത് ശരിക്കും. പക്ഷെ എൻ്റെ കയ്യിൽ ഫിഷ് ഇല്ലാതെ കാരണം ഞാനൊരു ഉണക്കമുളകെടുത്ത് ഫ്രൈ ചെയ്യാണ്. ഒന്നുമില്ല, ഉണക്കമീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞളും മുളക് പൊടിയും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കറിയുടെ വിസിലിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ചാറ് കറിയല്ല, എന്നൊരു കുറുകിയ ടൈപ്പാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ കറി. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല, പക്ഷെ മല്ലിയില നിർബന്ധമാണ്. അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഒരു ഉണക്കമുളക് ചുട്ട ഒരു ചമ്മന്തി കൂടെ പൊടിക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കായമുളകാണ് ചുട്ടെടുത്തത്. അപ്പോൾ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 മുളകേ എടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ കുറച്ച് മാത്രമേ ചമ്മന്തി പൊടിക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി കൂടെ ചേർക്കണം. ഒരുപാട് പുളി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ കറക്കിയെടുത്തപ്പോൾ മൂടിയുടെ സൈഡിലൊക്കെ ആയിട്ട് മിക്സിയിൽ കാണാനില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടെ ചേർക്കാം. ഞാൻ ഒരു പിടി തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. 2 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇവയൊക്കെ ചേർത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ മുളക് ചുട്ടരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് വിളമ്പാം. ആദ്യം തന്നെ നമുക്ക് ചോറ് വിളമ്പാം. അപ്പം ഞാൻ ചോറ് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അതെല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചോറിന് അരി അടുപ്പത്തിട്ടതിന് ശേഷമാണ് കഷ്ണങ്ങളൊക്കെ അരിയാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്കായിട്ട് നമ്മുടെ വെണ്ടക്ക വറവ്, തോരൻ, എന്ത് വേണമെങ്കിലും വിളിക്കാം, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് ചുട്ടരച്ച ചമ്മന്തി. അപ്പോൾ ഇതിൻ്റെ കൂടെ മാങ്ങ അച്ചാറാണ് എനിക്ക് കോമ്പിനേഷൻ. പക്ഷേ എൻ്റെ കയ്യിൽ നാരങ്ങ അച്ചാറായത് കാരണം ഞാൻ ഉപ്പിലിട്ട മാങ്ങയാണ് എടുക്കുന്നത്. ഇനി ചോറിന് മുകളിലായിട്ട് നമ്മുടെ ലോക്കി മസാല കറി. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈ ആണ് വേണ്ടത്. അയിലയോ മത്തിയോ ഒക്കെ ഫ്രൈ ചെയ്തത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ കാരണം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുള്ളൻ്റെ
ഫ്രൈ കൂടെ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണ് കുശാലായി. ഇനി ഇതെല്ലാം കൂട്ടി ഞാനൊരു പിടി പിടിക്കട്ടെ. അപ്പോൾ ഒരു ചെറിയൊരു തട്ടുകൂട്ടാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഊണ് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി മറ്റൊരു നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.